ആന്റണി വർഗീസ് നായകനാകുന്ന ടിനു പാപ്പച്ചൻ ചിത്രം അജഗജാന്തരം ഡിസംബർ 23 മുതൽ തിയേറ്ററുകളിൽ. ഉത്തരത്തിലൂടെ പഠിക്കൂ, അറിവ് നേടൂ. മത്സര പരീക്ഷയ്ക്കുള്ള പഠനത്തോടൊപ്പം ഇനി സമ്പാദ്യവും. ഡൗൺലോഡ് ഉത്തരം ആപ്പ്. Ladies and gentlemen, let's welcome the one and only Ranveer Singh to address the gathering. Ever so honored that we have Prithvi in our team and on our side presenting our beloved film. Prithvi, good luck. Don't let us down. We want more money from this part. 1983 ഒരു പക്ഷേ ആ വേൾഡ് കപ്പ് വിജയത്തിലൂടെ ഇന്ത്യയുടെ ശക്തി എന്തിലാണ് എങ്ങനെയാണെന്നുള്ളതിന് ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. எங்க போனாலும் பாசிட்டிவ் நம்ம வின் பண்ண முடியும்டா, வெஸ்ட் இண்டீஸா வின் பண்ண என்னடாங்க பைத்தியக்கார வளர்றான்னு நினைச்சுட்டு நாங்க. பிருத்திவிராஜுக்கு எல்லாரும் நம்ம கண்ணுண்டோ நம்ம டிரைவிங் லைசன்ஸ் வந்து இல்லையா, ஆனா இப்ப கிரிக்கெட்டிங் டிரைவிங் லைசன்ஸ் வந்து வருது. இப்ப எப்படி പുതു ക്രിക്കറ്റിംഗ് ഡ്രൈവിംഗ് വന്നു. സോ ക്യാപ്റ്റൻ പൃഥ്വിരാജ് ക്രിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് വന്നു. കുറച്ച് നേരത്തെ മുമ്പ് കപിൽ ദേവ് സാർ എന്നോട് പറയായിരുന്നു 83 വേൾഡ് കപ്പിന്റെ ഒരുപാട് ഇമോഷണൽ ഹൈസ് ആൻഡ് ലോസ് എനിക്കൊന്നും ഓർമ്മയില്ല. ആ വേൾഡ് കപ്പ് കയ്യിലെടുത്ത നിമിഷമൊന്നും സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല. ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ്. അന്ന് ആദ്യം ഞാൻ മുരളിയെടുത്ത് പറഞ്ഞ വാക്കിതാണ്, ഒരാൾ ഗട്ട്സ് കാണിച്ചല്ലേ. ഞാൻ ആ ഗട്ട്സ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാൻ കാര്യം ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയാണ്. புது கபில் தேவ் பாத்தீங்கல்ல, அப்படியே டிட்டோ புது கபில் தேவ்னா ஓல் கபில் தேவ் மாதிரி செய்யும். bowling ஆக்ஷன் பார்த்தா அப்படி படுறது, பேட்டிங் அங்க பாரு அப்படியே 6 அடிச்சு விடுது. The man who is representing Kapil Dev in the movie. Alright, ladies and gentlemen, let's welcome Srikanth sir, Krishnamachari Srikanth sir, with a big round of applause. A dashing batsman and our beloved cricketer. Let's welcome him. And here he is, ladies and gentlemen, please welcome a supremely talented actor, the man who is playing Kapil Dev on screen, the one and only Ranveer Singh. Let's give him a big round of applause. Thank you and welcome all of you to Kochi, Kerala. Alright, ladies and gentlemen, without further ado, let's start the function. I am to welcome the 83 team to Kerala and to welcome all of you. I would like to welcome the pride of Malayalam film industry, an actor par excellence, a super hit director and a producer. ശക്തമായ ഇടപെടലിലൂടെ നമ്മുടെ മലയാള സിനിമയുടെ ഗതിമാറ്റത്തിന് തുടക്കം കുറിച്ച് നമ്മുടെ പ്രിയ താരം പൃഥ്വിരാജാണ് നമുക്ക് മുന്നിലേക്ക് 83 മലയാളത്തിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. May I please welcome ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ to please give the welcome address. നമസ്കാരം. ഒരു പ്രസംഗമായിട്ടൊന്നും കരുതിയിട്ടില്ല. 83 എന്ന സിനിമ കേരളത്തിൽ പ്രസന്റ് ചെയ്യാൻ സാധിച്ചതിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. ഈ വേളയിൽ ഞങ്ങളോടൊപ്പം ഈ സന്തോഷം പങ്കുചേരാൻ ഇവിടെ എത്തിയ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരു വലിയ നന്ദി. 83 എന്ന സിനിമ കേരളത്തിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് ഇതൊരു എത്രമാത്രം സീരിയസ് ആയിട്ടാണ് കേരള മാർക്കറ്റിനെ ഈ സിനിമ കാണുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരമാണ് ഇന്ന് ഈ സദസ്സിൽ, ഈ വേദിയിൽ നിങ്ങൾ കാണുന്നത്. Ranveer, Kapil sir, Kabir sir, Srikanth sir and the team of Reliance behind the film. അവരുടെ നേരിട്ടെത്തി ഈ സിനിമ നമ്മളിലേക്ക് അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. 83 എന്ന് പറയുന്നത് ഒരു സ്പോർട്ടിംഗ് സിനിമ മാത്രമല്ല. കാരണം 1983 ഒരു പക്ഷേ ആ വേൾഡ് കപ്പ് വിജയത്തിലൂടെ ഇന്ത്യയുടെ ശക്തി എന്തിലാണ് എങ്ങനെയാണെന്നുള്ളതിനൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. കാരണം ആ ടീമെന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല ഭാഷകളിൽ സംസാരിക്കുന്ന, പല ഭക്ഷണങ്ങൾ കഴിക്കുന്ന, പല വിശ്വാസങ്ങൾ പിന്തുടരുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ ഒത്തുചേർന്ന് ആത്മവിശ്വാസം കൾട്ടിവേറ്റ് ചെയ്തപ്പോൾ ഇന്ത്യക്ക് എന്ത് നേടാൻ സാധിക്കും എന്ന് ആ ടീം കാണിച്ചു തന്നത് ഇന്ത്യയുടെ ശക്തി തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ഇത് കണ്ടംപററി ഇന്ത്യൻ ഹിസ്റ്ററിയുടെ തന്നെ ഒരു വലിയ ചാപ്റ്ററായിട്ടാണ് ഞാനതിനെ കാണുന്നത്. 23-ാം തീയതി ഔട്ട്സൈഡ് ഇന്ത്യ ലോകമെമ്പാടും ഈ സിനിമ റിലീസാവും. 24-ാം തീയതി ഇന്ത്യയിലും കേരളത്തിലും ഈ സിനിമ റിലീസാകും. 24-ാം തീയതി കേരളത്തിൽ ഇതിൻ്റെ മലയാളം പതിപ്പും ഹിന്ദി പതിപ്പും റിലീസാകുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും അനുഗ്രഹവും ഈ സിനിമയ്ക്ക് ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ വന്നതിൽ ഒന്നുകൂടി താങ്ക് യു സോ മച്ച്. We are very happy to have such wonderful association with Prithviraj. He is not just an actor, he is an excellent filmmaker, and what better name to be to associate with him in Kerala. And in terms of the film, when we approached Kapil sir was skeptical and he was not too ready at that point of time, but things fell in place and Kabir Khan came on board
And he's the best director in the country to make this happen. And once Ranveer came on board, this became the biggest film of the year. And with the story, 83 audience who never came to theaters, above 40s will be coming to theaters. And with Ranveer playing Kapil Dev, the younger generation will be in queue for the film. Thank you. Thanks. Ladies and gentlemen, let's welcome the director of the movie, Kabir Khan, to please address the gathering. Namaskaram. Lovely to be here, as always. Kerala is one of my favorite destinations in our country and I always love coming back here. But today, of course, it gives me great pleasure to be here because we have our presenter, Prithvi Raj, who is associated with us and he'll be bringing our film 83 to you over here. All I can say is that, as everybody has spoken, this is one of the most iconic moments in our contemporary history, post-independence Indian history. It's one of the highlights, one of the greatest achievements on international stage. And it's been a huge responsibility to recreate this. But apart from the responsibility, it's been a huge thrill. As I've said before, sometimes the filmmaker doesn't choose the story chooses the filmmaker. And I'm so lucky and privileged that 83 chose me. So thank you very much. Now let's welcome the most iconic and celebrated Indian cricketer. One of the greatest all-rounder in the history of world cricket. And the man who lifted World Cup at Lord's balcony in '83 and changed India's cricket forever. Let's welcome the great and the greatest, the one and only Kapil Dev to please address the gathering. Kabir, direct me what to say. I mean, you need people, we need people like you. Thank you very much inviting us to this part of the world, which is the most beautiful place. I can only say that I only learned to play cricket, not to talk. In the movie you will come to know my vocabulary is very limited, so I'm not going to talk too much. I will give other people opportunity to say. I believe in action and I did, and my entire team did. On the field, I want to say to Kabir and his team, first to Vishnu, who really come to us many years back, and he said, we want to make a movie on 83, and I said, look, it's too early. Perhaps we felt we are too young still, and movie should be made on something like that. It should be 50 years or 60 years. And he convinced us, and after that, there's no looking back. And want to say, whatever the glimpse of the movie we have seen, I haven't seen the full movie, just the trailer and glimpse. I want to say to Kabir and his team, he's the captain of that team. Kabir, you and your team, thank you very much for portraying us and make sure we relive our life, which is not easy. And on behalf of the team of 83, we want to say thank you very much. I don't know your language. If I known, I would have like English, little bit of broken your language, but I don't know that. Thank you very much promoting this movie. This is the first time me and my team is come out to promote the movie, and we are very touched by everybody, the response what we've seen over the period of time. Thank you very much, and I hope this part of the country will enjoy the movie in their own language, which I hardly understand. Prithvi, good luck. Don't let us down. We want more money from this part. Thank you very much for coming in such number, and it's just keeping our finger crossed. We like to see this movie on 22nd or 23rd, and I hope the movie will win your heart. Thank you very much. Sri Krishnamachari Srikant, please address the gathering. Namaskaram. Ella sugunda ella. Yeah, so Malayalam cinema English le Tamil edu lenum sollu ungalku. Malayalam, oh, very good, no problem. இப்போ பிருத்திவிராஜுக்கு எல்லாரும் நம்ம கண்ணுண்டோ நம்ம டிரைவிங் லைசன்ஸ் வந்து இல்லையா, ஆனா இப்ப கிரிக்கெட்டிங் டிரைவிங் லைசன்ஸ் வந்து வருது. இப்ப எப்படி புது கிரிக்கெட்டிங் டிரைவிங் வந்து ஸோ கேப்டன் பிருத்திவிராஜ் கிரிக்கெட் டிரைவிங் லைசன்ஸ் வந்து என்ன வரதா இவங்க கொடுத்தாருல. வெரி குட், ஆல் தி பெஸ்ட் பிருத்திவிராஜோட எல்லா சினிமா பார்த்தோம். ஐயப்பனும் கோஷியம் எல்லாமே டிரைவிங் லைசன்ஸ் மலையாளம் நிறைய சினிமா பார்த்தோம் நான். ஸோ குறைச்சு அறியும். ஏன்னா என்னோட ரஞ்சி ட்ராஃபி டெபு இவடாயி எங்கட எவடனா ட்ரிவாண்ட்ரம்ல ரஞ்சி ட்ராஃபி டெபு, கேரளாவில டெபு, என்னோட ஃபர்ஸ்ட் டெபு ரஞ்சி ட்ராஃபி டெபு. இங்க மலையாளம்ல வந்து இந்த 83 மூவி ப்ரமோட் பண்றதுக்குள்ள கிரிக்கெட் பத்தி நான் பேசல, சினிமா பத்தி பேசணும்.
இந்த கபில் தேவ் இருக்கானேங்க, புது கபில் வாடா பாபா வாடா குழந்தை வாடா, புது கபில் தேவ் பாத்தீங்க இல்லையா, அப்படியே டிட்டோ புது கபில் தேவ்னா ஓல்ட் கபில் தேவ் மாதிரி செய்யும். bowling action பார்த்தா அப்படி படுறது, பேட்டிங் அங்க பாரு அப்படியே சிக்ஸ் அடிச்சு விடுது. So ditto, these guys have worked hard, amazing energy. The Kapil Dev ka energy irukku illaya, romba kashtam ellarku varudhu. And the energy convincing kaiyila irukkalam, and the self belief irukku illaya. The 83 World Cup eppadi win pannu namba sollu, eppadi win pannu? Answer ore vaarthai, self belief. Do இந்த இவட்டு இவர் இருக்காரு, ஐயோ அவுட்ஸ்டாண்டிங், எங்க போனாலும் பாசிட்டிவ். ஏய் நம்ம வின் பண்ண முடியும்டா, வெஸ்ட் இண்டீஸா வின் பண்ண, என்னடாங்க பைத்தியக்கார வளர்றான்னு நினைச்சுட்டு நாங்க கடைசியில பார்த்தா வின் பண்ணிட்டோம் நாங்க. அப்படி அந்த மாதிரி செல்ஃப் பிலீஃப் கொண்டு வந்து எங்களை வின் பண்ண செய்தோம். அதை எல்லாம் சேர்த்து போட்டது யாராக்கும்? இன்னைக்கு புது பேர் பிரஸுக்கு எல்லாருக்கும் சொல்றேன். கிங் கான் ஆக்டிங்ல யாரு? ஷாருக் கான். கிங் கோலி யாரு கிரிக்கெட்ல? கிங் கோலி ஆஃப் டைரக்ஷன் யாரு? கபீர் கான். சோ இங்க புது பேர் என்ன ஆக்கம் இருக்கு? கபீர் கான். ஏன்னா எங்களை மாதிரி ஒரு மக்கள் எல்லாம் போட்டு இந்த மாதிரி நீங்க பார்த்து, நீங்க எல்லாம் ட்ரெயிலர் பாத்தீங்க இல்லையா, 83 மூவி ட்ரெயிலர் பாத்தீங்க இல்லையா, அப்படி என்னெல்லாம் நடந்ததோ 83 வேர்ல்ட் கப்ல அது they have replicated everything to the பக்கா minutest details exactly in the movie. That is amazing, Kabir. Hats off to you. Fantastic. The way the energy of Ranveer Singh is equal to the energy of Kapil Dev. King Kabir Khan has done a brilliant job, and I'm very happy that Prithviraj, you are presenting the movie in Malayalam. And for me, I have come to Guruvayur 100 times. Yesterday also I went to Guruvayur and came. I'm sure by the grace of Lord Guruvayurappan, Perumal Anugrahathiliyagum, Ellar Anugrahathiliyagum, in the 83 movie ஒரு big hit ஆகணும்னு நீங்களாம் கொஞ்சம் பிரார்த்திக்கணும், எல்லாம் கொஞ்சம் சப்போர்ட் பண்ணணும். எங்களுக்கு அதான் 83 மூவி ஒரு பிக் ஹிட் ஆகணும். பண்ணி கொடுப்பீங்களா? எல்லாரும் பண்ணி கொடுப்பீங்களா? எஸ் சார், ப்ராமிஸ். சூப்பர் ஹிட். Dandanaka done. Thank you. And now, ladies and gentlemen, it's time to fasten our belt to see his another brilliant performance, his avatar as Kapil Dev in 83. Ladies and gentlemen, let's welcome the one and only Ranveer Singh to address the gathering. I'll say before, we here to win. It's a press conference after all. We here to come. We here to promote alongside our esteemed partner. Ever so honored that we have Prithvi in our team and on our side presenting our beloved film to the Malayalam audience. We are extremely proud of this film. I personally am extremely proud of my team that has created the film, but all of us as a nation are extremely proud of what these fine gentlemen achieved in 83. It's one of, as they say, not just the greatest stories in our sporting history, but in our history as a nation. It is looked upon and widely recognized as that one moment that changed it all, you know, instilled in us self-belief as a people. And for us, Kabir sir and our team, it was so important that the cinematic celebration of this great story be done right. And we are thrilled with the way the trailer has been received. Thrilled with the way the audience received at the first public screening. The emotions were overwhelming, and we're delighted that the movie is finally, after all the struggles that it's been through over the past couple of years, is finally going to be presented to the audience. I know we've all been through a lot in the past 2 or 3 years, and this film will make you feel something that you won't ever forget. So with folded hands, I extend an invite to the cinema halls. Come and watch and celebrate and relive the glory of 83. Earlier today, Prithvi was articulating how this team and how this incident is a microcosm of us as a nation. Without saying anything else, I would like to pass the mic to Prithvi to repeat it for everybody. It was really hit home with me. Please, if you would, Prithvi, my brother. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. So for the sake of the gentleman here, I'll repeat it in English.
I truly believe that 83 is actually not just a cricketing story. It is probably one of the most stark reminders to us as a nation where our strength lies. We are a very diverse nation, and our strength lies in joining hands across diversities. If you look back at the 1983 World Cup winning team, you had players from different parts of the country, speaking different languages, eating different kinds of food, following different faiths. But eventually, when they came together under a leader and believed in themselves, they conquered the world. And that is a lesson for India to learn and never forget. That is a lesson for India today to look back. So, how did you know to play someone like legend Kapil? Thank you for your question. Thank you for how you started that question. Yes, I have now completed 10 years, a decade in show business. Thank you. It's been a very fulfilling and rewarding journey. I feel very blessed. I get to do what I love to do for a living, and I'm ever so grateful every single day, filled and overwhelmed with gratitude for my opportunities. And speaking about opportunities, there has never ever been an opportunity for me like this, playing a living legend, someone who is loved and admired so greatly across generations. A huge responsibility, but I felt up to the task because I love cricket, and I love my country, and I love cinema. So all the work that was put in didn't feel like an effort. It was simply a joy. Every single day that I spent in this creative process I will cherish for the rest of my life. There were so many incidents that are just etched in my mind and heart and soul forever. The time that I spent with Ballu sir, our coach, our touchstone. He played in the 1983 team, champion himself, was our touchstone on the set. He was there every day. He was our coach. I was blessed with a fine team that Kabir sir put together. Everybody so committed. The cast so keen to put their best foot forward. This kind of energy, good people with good intentions, putting their best foot forward is what created something that we are today very, very proud of. And stuff like staying in his house for 2 weeks, doing research on this great character, him coming and showing me his bowling action on the ground himself, being at Lord's, holding the actual 1983 World Cup for the scene, being at Tunbridge Wells, playing and shooting the 175 not out that nobody's ever seen. It's just that mystical, greatest ODI innings of all time that you will see for the first time on the big screen in 83. And what a glorious chapter that is. I was at Tunbridge Wells shooting that, and Kapil sir was there in the flesh, witnessing me witnessing us recreate that. So these sorts of things have been fulfilling beyond words. This entire creative process is a journey that I will never ever forget and cherish for the rest of my life. It's just been overwhelming and continues to be. I was at the public screening, the first public screening of this film a couple of nights ago, and I really fall short of words to describe the emotion in that room when the curtain, when the lights came on. And I'm really very excited that is now going to be in cinema halls across the world. 83 on 24th December. I can't wait for you all to see it and experience the emotion. See, 83 World Cup ക്യാമ്പയിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഒരുപാട് ഫിൽം മേക്കേഴ്സും ആക്ടേഴ്സും എന്തെങ്കിലുമൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും അതൊരു സിനിമയാക്കിയാലോ എന്ന്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ സിനിമയുടെ അനൗൺസ്മെൻറ്റ് ഞാൻ കാണുന്നത്. ഞാനും എൻ്റെ തിരക്കഥാകൃത്തുമായ മുരളി ഗോപിയും ഒരുമിച്ചിരിക്കുന്നൊരു സായാഹ്നത്തിലാണ് ഇങ്ങനെ 1983 എന്ന സിനിമ കബീർ ഖാൻ രൺവീർ സിംഗ് ചെയ്യുന്നു എന്ന അനൗൺസ്മെൻറ്റ് കാണുന്നത്. അന്ന് ആദ്യം ഞാൻ മുരളിയെടുത്ത് പറഞ്ഞ വാക്ക് ഇതാണ്, ഒരാൾ ഗട്ട്സ് കാണിച്ചല്ലേ, മീൻ സംബഡി ഷോഡ് ദ ഗട്ട്സ്. ഞാൻ ആ ഗട്ട്സ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാൻ കാര്യം ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ഇന്ത്യയുടെ ഒരു ഏറ്റവും ഐക്കോണിക് ഹിസ്റ്റോറിക് ഇവൻറ്റ് റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. ആൻഡ് ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ടു സിനിമ ലവേഴ്സ്, ടു ക്രിക്കറ്റ് ലവേഴ്സ്,
And more than anything else, it's a responsibility to Kapil Dev sir and his wonderful team. അവരെല്ലാവരും ഈ സിനിമ കാണില്ലേ, അവരുടെ ലൈഫിൽ കുറച്ച് നേരത്തെ മുമ്പ് കപിൽ ദേവ് സാർ എന്നോട് പറയായിരുന്നു 83 വേൾഡ് കപ്പിൻ്റെ ഒരുപാട് ഇമോഷണൽ ഹൈസ് ആൻഡ് ലോസ് എനിക്കിന്ന് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി. ആ വേൾഡ് കപ്പ് കയ്യിലെടുത്ത നിമിഷമൊന്നും സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല. ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ് ബിക്കോസ് ഇറ്റ് വാസ് ഓൾ ലൈക്ക് ഒരു ബ്ലറാണ് എനിക്ക് എന്ന് കുറച്ച് നേരത്തെ എന്നോട് പറയായിരുന്നു. And he is telling me, we will now relive those moments by watching this film. How big a responsibility is that? So, as a producer, as a distributor, as a director and an actor, to me, this film is not merely a piece of cinema. ഇതൊരു സ്ക്രീനിൽ കാണുന്ന ഒരു സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പ്രസൻറ്റർ എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്വം ഇതിൽ എനിക്കുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതൊരു ഐക്കോണിക് ഇവൻറ്റിൻ്റെ റീക്രിയേഷനാണ്. ആ ഇവൻറ്റിൻ്റെ ഇമോഷണൽ ഹൈസ് ആൻഡ് ലോസ് എല്ലാം കണ്ട് ആസ്വദിച്ച് അനുഭവിക്കാൻ പ്രേക്ഷകർ തിയേറ്ററിൽ എത്തുമ്പോൾ ആ ഒരു ഒത്തുചേരലിൽ എനിക്ക് കൈകോർക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നതാണ് എൻ്റെ പ്രിവിലേജ്. സഞ്ജയ് വാദ്വ എന്ന എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചിങ്ങനെ റിലയൻസ് എൻ്റർടൈൻമെൻറ്റിന് പൃഥ്വിരാജുമായിട്ട് സംസാരിച്ചാൽ കൊള്ളാം, ഈ സിനിമ കേരളത്തിൽ പ്രസൻറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ ആ സൂം കോളിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, ഐ അബ്സല്യൂട്ട്ലി വുഡ് ലവ് ടു പ്രസൻറ്റ് ദ ഫിലിം ബിക്കോസ് ടു മീ ദിസ് ഇസ് a once in a lifetime film, just like the 1983 World Cup campaign will always remain once in a lifetime event. Hopefully nothing in this film follows the expected path that you have in films. And for me, when I was writing the story, and at some point I went and visited Kapil sir and went to their house, and I met the real original Romy Dev, and I realized that energy is very significant and plays a huge part in what Kapil Dev is. And Kapil Dev is not complete without the energy of Romy Dev. And I knew that would be true even in 1983. So it was a decision that no, I must write this character. And sometimes when a character's screen time is not very big and you can get a sort of a mega star like Deepika, you could be overcasting. But I didn't have any of those fears because I knew that it's only Deepika who could bring that energy, even though in a limited screen time, she would come and bring that energy immediately into the film. And I went and I spoke to her, and speaking to Deepika had nothing to do with the fact that she was married to Ranveer. That is something that we can all enjoy as a marketing hype, Deepika, Ranveer, real life couple, first film after their marriage. But for me, Deepika was the person to go to, even if she was not married to Ranveer. And I'm so glad that she heard the film. She got moved by the story and she just said, I want to be a part of this film. I really do not want to get emotional this morning. I'm not ready to cry, it's too early. But I will try and control my emotions, but tell you by far what was spooky, I don't know, it was just too magical for words. We had this incident that happened at the Lords. During the shooting of the presentation ceremony, Kabir sir, with his documentary background, was very precise in executing the parts of which video footage are accessible. So the presentation being one of them, those images of Kapil sir on the balcony holding the cup, those are iconic, forever images that have been consumed over and over again across generations that instill us with such great pride. So everybody was very keenly wanting to do their bit in recreating that. All the actors, we were shooting the presentation, so all the actors were seeing the video footage 100 times, 150 times to just make sure every beat of that presentation is done precisely. Then what happened? Suddenly, out of nowhere, Clive Lloyd, actually Clive Lloyd, came to the Lords that day. He came to the balcony, and he was sitting with Kabir sir at the monitor before the first take. Now all of a sudden, we're all in character. I'm dressed in the garb of Kapil sir, and everything is set, and Kabir sir is so precise with his detailing. Every journalist, what they're wearing, where they're sitting, at what point they do the cut of the camera, everything is worked out to the T, and we're ready to shoot, and suddenly Clive Lloyd appears. Okay, so now things are getting very, very spooky. Sir calls the shot, and we render the shot. Kapil sir walks up, he's presented the trophy, the envelope, he lifts the cup, he goes to his boys, and now I know the actor, by the end of the take, I know that this has just been the near perfect shot.
okay, and I lifted the cup, I went to the boys, and cut was called, and there was just silence. And we were all crying, we were all in tears, there were tears coming out of my eyes. Saqib was crying, all the cast members were crying, Kabir sir was crying, we all just huddled up and shared that moment, because in that moment between action and cut, we relived that glory and what it would have felt like and meant to all of these people on this balcony and all those people there. It was truly relived between action and cut. And yes sir, and just mind you, that cup that was presented to me in the shot and that I lifted is the actual 1983 World Cup that on that balcony Kapil sir had lifted. So it was an inexplicably magical and special moment for us, which was for us, the entire team, the cast and the crew, ever so overwhelming that we were moved to tears. And that is one moment that I will never ever forget in this creative process, in this journey. This film has been the most rewarding and fulfilling creative process of my whole life. Last wicket is the most important thing. And that's why we were there. Is that right? That's what the West Indians were such a mighty force in cricket, back-to-back World Cups. They were titans of the game. And these underdogs who nobody believed in, who says people are telling them, why are you even playing? Why don't you just sit at home? You know, what's the point of this? You are not going to win anything. Kapil Dev said, I'll show you. I'll show you what we can do. No, I think it's not me, it's the time the entire team believed we can do it. That was the time we start winning. Yes, somebody had to show the map or road, but I think in the end, I realized that halfway through the team start believing we are not come here to fool around. It is a challenge and we will do it. I think that was the biggest thing. നായകനാകുന്ന ടിനു പാപ്പച്ചൻ ചിത്രം അജഗജാന്തരം ഡിസംബർ 23 മുതൽ തിയേറ്ററുകളിൽ. ഉത്തരത്തിലൂടെ പഠിക്കൂ, അറിവ് നേടൂ. മത്സര പരീക്ഷയ്ക്കുള്ള പഠനത്തോടൊപ്പം ഇനി സമ്പാദ്യവും. ഡൗൺലോഡ് ഉത്തരം ആപ്പ്.